നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ എന്താ ഇവൾക്കെതിരെ പരാതി കൊടുക്കാത്തത്? എന്തിനാ? സുശീലെ ജയിലിട്ട് അടിച്ചൊതുക്കിയെന്ന് എല്ലാവരും അറിയിക്കാനോ? അങ്ങനെ ഇപ്പൊ എന്നെ ഓർത്താരും ചിരിക്കണ്ട. ഞാൻ ജയിലിൽ കിടന്ന് ഇങ്ങനെ അങ്ങ് ഒടുങ്ങി തീരുന്നെങ്കിൽ തീരട്ടെ. അമ്മേ ഞാൻ ജാമ്യത്തിൽ അവിടെ ഇറക്കി തരാം. കേസിൽ ശിക്ഷിക്കപ്പെടാത്ത വിധം അമ്മയെ രക്ഷിച്ചെടുക്കാം. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം എല്ലാവരോടും ക്ഷമ ചോദിച്ച് അമ്മ ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കൂ. ജീവിക്കാൻ എന്തിനാ? ഒരു പ്രശ്നത്തിൽ നിൽക്കാതെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അത്രമാത്രം ഞാൻ അനുഭവിച്ചു. മതിയായി എനിക്ക്. ഇനിയും ജയിലിൽ കിടക്കേണ്ടി വന്നാ ഒന്നുകിൽ എനിക്ക് ഭ്രാന്ത് വരും, അല്ലെങ്കിൽ ഇവളെ പോലെയുള്ള ആരെങ്കിലും ഞാൻ കൊല്ലും. അതും അല്ലെങ്കിൽ ഇവളുമാരുടെയൊക്കെ കൈകൊണ്ട് ഞാൻ ചാവും. വേണ്ട അമ്മ, ഇനി ഒന്നിനും പോകണ്ട. ഞാൻ ഇന്ന് തന്നെ അഡ്വക്കേറ്റിനെ കണ്ട് അമ്മയ്ക്ക് ജാമ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അല്ല, അതിന് ബാക്കിയുള്ളവർ സമ്മതിക്കൂടാ? തൽക്കാലം ഇതാരും അറിയണ്ട. ഇപ്പൊ ഞാൻ അമ്മയെ കാണാൻ വന്നതുപോലും ആരോടും പറയാതെ. അമ്മയ്ക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം എല്ലാവരും പറഞ്ഞാൽ മതി. അഡ്വക്കേറ്റിനോടും ഞാനത് പറഞ്ഞോളാം. മോനെ, ഇപ്പോഴും എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നീ ഈ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരണോ ഇന്ദിര? എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ടാവരുത്. ഒരേ ഒരാൾ, അനുപമ. നിന്റെ അമ്മ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യ ഉപേക്ഷിക്കണം. എന്താടാ, പറ്റില്ലേ? ഇതിന് നിങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. ഞാൻ പോവാ. അമ്മ ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാര്യം അവിടുന്ന് വിളിച്ചു പറഞ്ഞെന്ന് മാത്രമേ ഇന്ദ്രേട്ടൻ എന്നോട് പറഞ്ഞുള്ളൂ. ഇന്ദ്രേട്ടൻ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ പറയുമ്പോഴാ ഞാൻ അറിയുന്നത്. സത്യത്തില് ഇന്ദ്രേട്ടന് നല്ല വിഷമമുണ്ട് ചേച്ചി. ആരും തിരിഞ്ഞു നോക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മയുടെ അവസ്ഥ ഓർത്ത് നല്ല സങ്കടമുണ്ട് ഇന്ദ്രേട്ടന്. എന്തിനാ സങ്കടപ്പെടുന്നേ? ഒക്കെ അമ്മ തന്നെ വരുത്തി വെച്ചതല്ലേ. ജയിലിൽ കിടക്കുമ്പോഴെങ്കിലും അഹങ്കാരം ഒന്ന് അടക്കി വെച്ചൂടെ? ഇവിടെ മരുമക്കളോട് കാണിക്കുന്ന പോലെ ജയിൽ പുള്ളികളോട് കാണിച്ചാ അവര് വെറുതെ വിടുവോ?
അമ്മ പുതിയ ആളായതുകൊണ്ട് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. ഒരാൾ മാത്രമാവില്ല.